അമേരിക്കൻ സന്ദർശനത്തിനിടെ ബ്ലെയർ ഹൌസിൽ വെച്ചായിരുന്നു നരേന്ദ്രമോദി ഇലോൺ മസ്ക് കൂടിക്കാഴ്ച. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശതകോടീശ്വരനും ടെസ്ല സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്കുമായുള്ള സംഭാഷണത്തിൽ സ്റ്റാർലിങ്ക്, ഇന്ത്യയുമായുള്ള സാങ്കേതിക സഹകരണം, ഇലക്ട്രിക് വാഹന വ്യവസായം, AI നിക്ഷേപ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. സ്റ്റാർലിങ്ക് ഉപഗ്രഹ ശൃംഖല വഴിയുള്ള ബ്രോഡ്ബാൻഡ് സേവനമടക്കം ഇരുവരും ചർച്ച ചെയ്തതായാണ് വിവരം. സ്റ്റാർലിങ്ക് സേവനം ഇന്ത്യയിൽ തുടങ്ങാൻ സന്നദ്ധമാണെന്ന് നേരത്തെ തന്നെ മസ്ക് പ്രഖ്യാപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ടെലികോം കമ്പനികൾക്കിടയിലും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചർച്ച എന്നതും ശ്രദ്ധേയമാണ്. ഇലക്ട്രിക് വാഹന യുഗത്തിലേക്ക് അതിവേഗം കടക്കുന്ന രാജ്യമെന്ന നിലയിലും മോഡി മസ്ക് ചർച്ചയ്ക്ക് ഏറെ പ്രസക്തിയാണ്. ഇലോൺ മസ്കുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി ബ്ലെയർ ഹൌസിൽ വെച്ച് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വാഷിംഗ്ടണിനടുത്തുള്ള ആൻഡ്രൂസ് എയർഫോഴ്സ് വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രിയുടെ വിമാനം ഇറങ്ങിയത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ ബ്ലെയർ ഹൌസിലേക്ക് താമസിക്കാനായി എത്തിയ മോദിക്ക് ഊഷ്മള വരവേൽപ്പായിരുന്നു ലഭിച്ചത്. ബ്ലെയർ ഹൌസിന് മുന്നിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നിരവധി ഇന്ത്യക്കാരും എത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് നേരെ എതിർവശത്താണ് ബ്ലെയർ ഹൌസ് സ്ഥിതി ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.